സുഹൃത്തുക്കളെ നമസ്കാരം. വിരാടം വിനോദം 60+ യങ്സ്റ്ററിൻ്റെ പാം ധനുഷ്കോടി ഇന്നലെ ഡിണ്ടിഗലിൽ നിന്ന് കഴിച്ച ബിരിയാണിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ ആകാശത്തിൽ കാണുന്നത് മധുര എയർപോർട്ടിൽ നിന്നൊരു വിമാനം പോകുന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളൊരു ഓട്ടോ എടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഡിണ്ടിഗൽ ഫോർട്ട്, റോക്ക് ഫോർട്ട് കാണാനുള്ള യാത്രയിലാണ്. ഈ റോക്ക് ഫോർട്ട് എന്ന് പറയുന്നത് ഇത് കാണുന്നത് ഡിണ്ടിഗൽ മാർക്കറ്റാണ്. ഈ മാർക്കറ്റിലൂടെയാണ് പോകുന്നത് കേട്ടോ. ഈ റോക്ക് ഫോർട്ട് നായക് രാജാക്കന്മാർ 1605 പണി കഴിപ്പിച്ചാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവരല്ല കൂടുതൽ ഉപയോഗിച്ചത്. അത് ഹൈദരാലിയും ടിപ്പുവും ഒക്കെയാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഈ ഫോർട്ട് നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഫോർട്ട് 6 മണിക്ക് തുറക്കും എന്നാണ് നമ്മളെ ഹോട്ടലിൽ നിന്ന് അറിയിച്ചത്. അതുപ്രകാരമാണ് ഞങ്ങൾ രാവിലെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഫോർട്ട് രാവിലെ 9 മണിക്ക് ശേഷമേ തുറക്കുള്ളൂ. അപ്പോൾ മറ്റു കുറേ അസൈൻമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഈ ഫോർട്ടിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ ഉപേക്ഷിച്ച് തിരിച്ച് പോരുകയാണ്. തിരിച്ച് പോരുമ്പോൾ കാണുന്നത് ഇത് അരുൾമുഗൽ ശ്രീ ശ്രീനിവാസ പെരുങ്കോയിലാണ് ഈ തൊട്ട് കാണുന്നത്. അല്പം മുഷിഞ്ഞ രീതിയിലൊക്കെയാണ്. വലിയ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളത് അവിടെ കയറിയില്ല. പിന്നെ സൈഡിലൂടെ നമുക്ക് കാണാം. ഇനി ഇതിന് ഓപ്പോസിറ്റായിട്ട് വളരെ പ്രശസ്തമായ മാരിയമ്മൻ കോവിലുണ്ട്. അത് കാണാൻ പറ്റുമോ എന്ന് നോക്കാം. വീണ്ടും ഞങ്ങൾ മാർക്കറ്റിലൂടെ വന്നു. അപ്പോഴാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറിയത്. ഈ മാരിയമ്മൻ കോവിൽ വീണ്ടും അത് അടച്ചിട്ടേക്കാണ്. ഒരു മെയിൻ്റനൻസ് നടത്തുന്നത് പ്രകാരം അത് അവിടെ അടച്ചിട്ടേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കോട്ട വെളിയിൽ നിന്ന് കാണാവുന്നതാണ് പറയുന്നത്. ഈ കാണുന്ന വലിയ പാറയുടെ മുകളിലാണ് ഈ കോട്ട. രഹസ്യ തുരങ്കങ്ങളും പിന്നെ ഒളിച്ചിരിക്കാനുള്ള ഇതും പിന്നെ എന്താ പറയുക, നമ്മുടെ പീരങ്കിയൊക്കെ വെക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ആ കോട്ടയിലുണ്ടെന്നാണ് പറയുന്നത്. ഇത് കോട്ടയിലേക്കുള്ള എൻട്രൻസ് അല്ല. ഇവിടെ ഒരു അരുൾമുഖ ശ്രീ അയ്യപ്പൻ കോവിലുണ്ട്. അയ്യപ്പൻ കോവിലിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത്. ഈ പാറയ്ക്ക് ചുറ്റും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. അവിടെ ഒരു വലിയ ലേക്കുമുണ്ട്. ആ ലേക്ക് നമുക്ക് കാണണമെങ്കിൽ അപ്പുറത്തേക്ക് പോകണം. നമ്മൾ അവിടെയും പോയില്ല. ഇവിടെ അയ്യപ്പൻ കോവിലൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. ഇതാണ് അയ്യപ്പൻ കോവിൽ. തൊട്ടപ്പുറത്ത് തന്നെ അരുൾമുഖ വിനായകർ ക്ഷേത്രവും ഉണ്ട്. ഈ പാറയുടെ മുകളിലാണ് നമുക്ക് കാണുന്നതാണ് കോവിൽ. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വലിയ സ്ക്രീനിലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നിന്നും തിരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. അയ്യപ്പൻ കോവിലിൻ്റെ ഗോപുരമാണ് ഈ കാണുന്നത്. താഴെ കിടക്കുന്നതാണ് ഞങ്ങളുടെ ഓട്ടോ. നമ്മുടെ 3 സഹോദരന്മാരും ആ ഓട്ടോയിൽ തന്നെയുണ്ട്. രായൻ സാറിന് വെയിൽ കൊള്ളുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കോട്ട കാണണ്ട എന്ന് വിചാരിച്ചത്. ഞങ്ങൾ വീണ്ടും മാർക്കറ്റിലൂടെ തന്നെ ഈ കാണുന്നത് ഒരു വലിയ പാർക്കാണ്. കാമരാജ് പാർക്ക് എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് പോന്നപ്പോഴാണ് നമ്മുടെ ഓട്ടോക്കാരൻ പറഞ്ഞത് ഇവിടെ ഒരു 108 വിനായകർ ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞത്. ഈ കാണുന്നത് ഗോപാലസമുദ്രം എന്ന് പറയുന്ന ഒരു വലിയ പോണ്ടാണ്. അതും ഈ പറഞ്ഞതുപോലെ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ കിടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ചുറ്റും ധാരാളം ആൾക്കാർ ഇങ്ങനെ നടക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് 108 വിനായക ക്ഷേത്രം. 108 ഗണപതി വിഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. വളരെ കഴിഞ്ഞ ദിവസം വിനായക ചതുർത്ഥിയുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റേതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്. 108 വിനായകർ ക്ഷേത്രം ഒരു അത്ഭുതം തന്നെയാണ്. ഏറ്റവും വലിയ ഗണപതിക്ക് 32 അടി പൊക്കമുണ്ട്. കല്ലിൽ തീർത്ത ഗണപതിയാണ്. അപ്പോൾ ചുറ്റും ധാരാളം ആൾക്കാർ ഇതുണ്ട്. എല്ലാം ഉണ്ട്. നവഗ്രഹങ്ങളുണ്ട്, വിഷ്ണുവുണ്ട്, മറ്റ് ദൈവങ്ങൾ എല്ലാം തന്നെയുണ്ട്. ഒരുപാട് നിലവിളക്കുകൾ ഇവിടെ കൊളുത്തി വച്ചിരിക്കുന്നത് കാണാം. അതൊക്കെയാണ്. ഇത് കണ്ടോ, ഒരു പൂജാരിയുണ്ട്. അദ്ദേഹം എന്തോ അവിടെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ വിനായക ചതുർത്ഥി ആഘോഷം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഈ യാത്ര നടത്തിയത്. ഇതാണ് ആ 32 അടി പൊക്കമുള്ള ഗണപതി വിഗ്രഹം.
അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള യാത്രയിലാണ്. ഒരു ദിവസം മുന്നേ, അതായത് വിനായക ചതുർത്ഥിയുടെയോ അതിൻ്റെ തലേദിവസമോ ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടുത്തെ വലിയ ആഘോഷങ്ങൾ കാണാമായിരുന്നു. എന്താണെങ്കിലും ആ കാഴ്ചകൾ നമുക്ക് മിസ്സായി. പക്ഷേ വേറെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെയാണല്ലോ ഓരോ അവസരങ്ങളിൽ നമ്മൾക്ക് ചില കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, ചിലത് നമുക്ക് പ്രത്യക്ഷപ്പെടില്ല. അങ്ങനെ ഞങ്ങൾ ഡിണ്ടിഗൽ ബാലാജി ഭവനിൽ ആണ് നമ്മുടെ ഓട്ടോക്കാരൻ രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടിട്ട്. ആ ബാലാജി ഭവനിലെ ഭക്ഷണം തീർച്ചയായും വളരെ ഫേമസ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡാണ്. നല്ല ഇഡ്ഡലിയും നല്ല മൃദുവായിട്ടുള്ള ഉഴുന്നുവടയും കഴിച്ച് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ആസ്വദിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് യാത്ര തുടർന്ന് നിന്നിപ്പം തേനി ഹൈവേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തിരിച്ച് പോരുന്ന വഴിയാണ്. നമുക്ക് തേനി ഹൈവേയിൽ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തുള്ള ഉപ്പരപ്പെട്ടി ടോൾ ഗേറ്റാണ് കണ്ടത്. അവിടെ പക്ഷേ ടോള് പിരിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോഴാണ് ഇത് പറഞ്ഞ് മുന്തിരി ഈ കരിക്കൊക്കെ ഒരു കരിക്ക് കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഇതാ ഈ കട കണ്ടു. അപ്പോഴാണ് ഇതാ ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടല്ലോ, ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. തേനി ഹൈവേയിൽ എന്നാൽ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് മുന്തിരിയും പേരയ്ക്കയും ഒക്കെ വാങ്ങി കരിക്കുമൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുമളിയിലെത്തി. നേരെ നാട്ടിലേക്ക് പോകാൻ ഇരുന്നതായിരുന്നു. എന്നാലും ഒരു ദിവസം കൊണ്ട് റിലാക്സ് ചെയ്തേക്കാം, മറ്റു പരിപാടികളൊന്നും വേണ്ടായെന്ന് വെച്ച് കുമളിയിൽ ഞങ്ങൾ തങ്ങി. ഉച്ച കഴിഞ്ഞ സമയം. ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് കയറി. വളരെ വിശാലമായിട്ട് തന്നെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് മറ്റ് പരിപാടികളൊന്നും വേണ്ട എന്ന് വെച്ച് റൂമിൽ തന്നെ ചടഞ്ഞുകൂടാം എന്നുള്ള രീതിയിലിരിക്കുമ്പോഴാണ് ഓണക്കോടി വാങ്ങിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ ശിവദാസൻ സാറ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുമളിയിൽ തന്നെയുള്ള ഒരു കടയിൽ കയറി അവിടെ നിന്ന് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ മേടിച്ച്, അത് ശിവദാസൻ സാറ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഇളയ ആളാണ്. അദ്ദേഹം എല്ലാവർക്കും ഓണക്കോടിയൊക്കെ മേടിച്ച് തന്ന് ഞങ്ങൾ റൂമിൽ പോയി ആഘോഷമായിട്ട് വിശ്രമിച്ചു. രാവിലെ എഴുന്നേറ്റപ്പം തേക്കടി ഒന്ന് കാണണമെന്ന് തോന്നി. ഒന്ന് പോയി നോക്കിയൊക്കെ വെറുതെ ഒന്ന് കറങ്ങി വരാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ കുമളിയിൽ നിന്നും തേക്കടി ബോട്ടിംഗ് സ്ഥലത്തേക്ക് പോവുകയാണ്. സ്ഥലമൊക്കെ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഒരുപാട് കാലമായി നമ്മൾ ഇതിലൂടെയൊക്കെ വന്നിട്ട്. തേക്കടിയിൽ ഇപ്പോൾ എൻട്രി തുടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം ഇത് അതിരാവിലെയാണ്, 7:30 മണി 7:30 സമയമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ വാഹനം അകത്തേക്ക് കയറ്റി വിടില്ല. കാരണം വെളിയിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണം അതിൽ പോകാൻ എന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് പറഞ്ഞത്. അത് പ്രകാരം ഞങ്ങൾ എന്ത് ചെയ്തു, വണ്ടി പുറത്തിട്ടിട്ട് പോരാനും അത് തന്നെയല്ല, ഇന്നലെ വീട്ടിൽ പോരാൻ ഇരുന്നതായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നേരെ ആ വഴി അവിടെ നിന്ന് കുമളിയിൽ നിന്ന് ഉപ്പുതറ വഴി വാഗമൺ വഴി തൊടുപുഴ എത്താനുള്ളൊരു വഴിയുണ്ടെന്ന് കണ്ട് ആ വഴിയെ ഞങ്ങളിങ്ങനെ പോകുന്നപ്പോഴാണ് ഈ വെള്ളാരംകുന്ന് എന്ന് പറയുന്ന സ്ഥലം കണ്ടത്. വെള്ളാരംകുന്നിൽ വന്നു. വെള്ളാരംകുന്നിൽ നല്ല രസമുള്ള വഴിയാണ് കേട്ടോ. ലേശം ചിലയിടത്തൊക്കെ ചില റോഡുകളൊക്കെ പൊളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നല്ല രസമുള്ള സ്ഥലമാണ്. ഇവിടെ വെള്ളാരംകല്ലിൽ വന്ന് ഞങ്ങളൊരു ഭക്ഷണമൊക്കെ കഴിച്ച് ഹോട്ടൽ ലുട്ടാപ്പിയിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അവിടുന്ന് വാഗമണ്ണിലേക്കുള്ള വഴിയിലാണ്. ഇത് വാഗമണ്ണിനടുത്തുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. ഉപ്പുതറ വാഗമൺ റൂട്ടിലുള്ളൊരു വ്യൂ പോയിൻ്റ്. നല്ല രസമുള്ള കാഴ്ചകളാണ്. നല്ല മിസ്റ്റൊക്കെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. ഒറ്റമര വ്യൂ പോയിൻ്റ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ ഒരു പാറയാണ്. അവിടെ ഓഫ് റോഡിനുള്ള ജീപ്പൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ ആരെയും കണ്ടൊന്നുമില്ല. ഇന്നലെ അല്ലെങ്കിൽ രാവിലെ ആണെന്ന് തോന്നുന്നു, മഴ കഴിഞ്ഞതിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ്. നല്ലൊരു ആംബിയൻസ് ഉണ്ട് ആ സ്ഥലം കാണുന്നതിന് വേണ്ടിയിട്ട്. വീണ്ടും ഞങ്ങൾ അവിടെ നിന്നും കാഴ്ചകളൊക്കെ കണ്ട് വാഗമണിൻ്റെ സൗന്ദര്യം, സത്യം പറഞ്ഞാൽ വാഗമണിൽ പോകുന്നവർ തീർച്ചയായും ഈ വഴിയിലൂടെ, ഉപ്പുതറ വഴിയിലൂടെ യാത്ര ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു റെക്കമെൻഡേഷൻ. നല്ല വ്യൂസാണ്. വെറുതെ പുൽമേടുമൊക്കെ കണ്ട് ആ തിരക്കിനിടയ്ക്ക്
നിങ്ങളുടെ വാഗമണിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള സമയം കളയാതെ ഇതുപോലെ ഉപ്പുതറ റോഡിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. വീണ്ടും അടുത്ത ഒരു സ്ഥലത്ത് ഞങ്ങളൊരു വ്യൂ പോയിൻറ്റിലെത്തി. താഴെ ഒരു തടാകമൊക്കെ നമുക്ക് കാണാം. വാഗമൺ ലേക്ക് ആയിരിക്കണം അത്. ഇവിടെ നിന്നാലും ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ആംബിയൻസും ഒന്ന് നല്ല മഞ്ഞ് ഇറങ്ങി കിടക്കുന്നു, പിന്നെ ഒരു മഴ കഴിഞ്ഞതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയും ഒക്കെ ഉണ്ട് ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഒപ്പിയെടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഈ AVTയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് കാണുന്നത്. ഇത് കോട്ടാമലയുടെ ഒരു സൈഡാണ്. AVTയുടെ ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ ആ പ്രദേശവും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ നോക്കി നിൽക്കാനായിട്ട് സാധിക്കും. ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് കുറച്ച് തേയിലയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട് മതിമറന്ന് അവിടെ നിന്നും പതിയെ പോരാനുള്ള തയ്യാറെടുപ്പിലാണ്. വാഗമണിൻ്റെ ഭംഗിയെക്കുറിച്ച് പറഞ്ഞാലും നമുക്ക് തീരില്ല എന്നുള്ളതാണ് സത്യം. നല്ല പച്ചപ്പും തേയിലയും ഒക്കെയുള്ള ആ ഒരു വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമാണ് വാഗമൺ. വാഗമണിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. വാഗമൺ ഇപ്പോൾ കോട്ടമല ആയിട്ടേ ഉള്ളൂ. ഈ കാണുന്നത് AVT ഔട്ട്ലെറ്റിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇവിടെ വന്ന് ഇരിക്കാനും ഒക്കെ ഒരു ചെറിയ സൗകര്യമൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം നിന്നില്ല. ക്യാമറയിൽ ഒപ്പിയെടുക്കാവുന്ന കുറച്ച് കാഴ്ചകളൊക്കെ വിഷ്വൽസൊക്കെ പകർത്തി ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോഴാണ് ഞങ്ങൾ ഈ അത്ഭുതകരമായ ഒരു ക്ഷേത്രം കാണുന്നത്. ഇവിടെ ഒരു വസിഷ്ഠാശ്രമം ഉണ്ടെന്നും വസിഷ്ഠനും അരുന്ധതിക്കും വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കുക. തീർച്ചയായും ഇതിനെക്കുറിച്ചൊരു വലിയ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാഴ്ചകൾ ഇതൊന്നുമല്ല, ഇതിൻ്റെ മുകളിലേക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. അങ്ങനെ വാഗമൺ വിട്ട് ഞങ്ങൾ വാഗമണിൽ നിന്നും മൂലമറ്റത്തേക്കുള്ള റോഡിലാണ്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് കണ്ടു. ആ വ്യൂ പോയിൻ്റ് കണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുത്ത്. ചുറ്റും തേയില തോട്ടങ്ങളാണ്. നല്ല ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും താഴേക്ക്, അതായത് മൂലമറ്റം റോഡിലേക്കുള്ള യാത്രയിലാണ്. നമുക്ക് ആ മിസ്റ്റ് ഇറങ്ങി വരുന്നതൊക്കെ എന്ത് രസമാണെന്ന് നോക്കാം. ഈ വഴിയിലൂടെ, അതായത് വാഗമണ്ണിൽ നിന്നും മൂലമറ്റത്തേക്കുള്ള ഈ വഴിയിലൂടെ വരുമ്പോൾ നമ്മൾ കാണുന്ന ഇല്ലിക്കൽ കല്ല് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇതും അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലവും കാഴ്ചകളുമാണ്. എത്ര നേരം കണ്ടാലും നമുക്ക് മതിയാകാത്ത രീതിയിലുള്ള കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് ഈ വഴി. ദൂരെ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ല് ഇതാ മഞ്ഞിൽ അല്ലെങ്കിൽ മേഘത്തിൽ മൂടിപ്പോയിരിക്കുന്നു, മിസ്റ്റിൽ മൂടിപ്പോയിരിക്കുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ തൊടുപുഴ എത്തി. ഈ കാണുന്നതാണ് തൊടുപുഴയാറ്. തൊടുപുഴ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ ഒഴുകുന്ന മനോഹരിയായിട്ടുള്ള ആറ്. അങ്ങനെ വിരാടം വിനോദം ദ 60+ സെൻസിൻ്റെ ബാം ലെറ്റ്സ് ഗോ ധനുഷ്കോടിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ബാം സീരീസ് വീണ്ടും തുടരും. ധനുഷ്കോടി സീരീസ് നിങ്ങൾ മുഴുവൻ കണ്ടു കാണുമെന്ന് കരുതുന്നു. കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കും. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി.